ഹായ് എവ്രിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ സർക്കിളിലെ നെറ്റ് എക്സാം മലയാളം നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രസ്തുത ഡിസ്കഷന്റെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുകയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ അതേ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. 41ാമത്തെ ചോദ്യം മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ദളിത് സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ദളിത് സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചതാര്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിമർശനം എന്ന് പറയുന്ന മേഖലയിലെ നമുക്ക് ദളിത് നിരൂപണം നമുക്ക് പഠിക്കാനുണ്ട്. സ്ത്രീ ദളിത് പരിസ്ഥിതി സാഹിത്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് പ്രമേയമായി വരുന്ന കഥകള്, നോവലുകള്, കവിതകള്, നിരൂപണ കൃതികൾ എല്ലാം തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നോക്കൂ, ദളിത് സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ദളിത് സാഹിത്യം എന്നുള്ള ഗ്രന്ഥം രചിച്ചതാരാണ്? ഒരു മടിയും വിചാരിക്കേണ്ട, എല്ലാവരും ആൻസർ പറഞ്ഞോ. ആരതി ഓപ്ഷൻ 3 ആണ് പറയുന്നത്. ധന്യ ടീച്ചർക്ക് ഓപ്ഷൻ 3 ആണോ എന്നൊരു ചെറിയ ഡൗട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ കൂടി. ആരതി ഓപ്ഷൻ 3 പറഞ്ഞു, ധന്യ ഓപ്ഷൻ 3 പറഞ്ഞു. ബാക്കിയുള്ളവരോടും കൂടി പറഞ്ഞേ. കെ ആണ് എന്ന് മുക്സിന പറയുന്നുണ്ട്. ബിജു പറയുന്നത് ഓപ്ഷൻ 2 ആണ് എന്നാണ്. ആതിര ഓപ്ഷൻ 3. എല്ലാവരും പറഞ്ഞോട്ടെ, എല്ലാവരും പറയണം. ദളിത് സാഹിത്യം എന്നുള്ള കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ദളിത് സാഹിത്യം പുസ്തകമാണ് ദളിത് സാഹിത്യം എന്നുള്ളത്. ക്ലൂ തരൂ മിസ്. ഇതിന് ക്ലൂ തന്നാൽ ഉത്തരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കാര്യം. ഒരുപാട് കൃതികള് ഇപ്പൊ ദളിത് സാഹിത്യം ചരിത്രവും വർത്തമാനവും ഉണ്ട്, ദളിത് പഠനങ്ങളുണ്ട്, ദളിത് സാഹിത്യം വിചാരം വായനയുണ്ട്. എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നതാണ്. ദളിത് സാഹിത്യം പരിപ്രേക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃതിയുണ്ട്. ദളിത് സാഹിത്യം ചരിത്രവും വർത്തമാനവും. ദളിത് സാഹിത്യം എന്നുള്ള കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രദീപൻ പാമ്പരിക്കുന്നുണ്ട്, കെ കൊച്ചുണ്ട്, കവിയൂർ മുരളിയുണ്ട്, സി അയ്യപ്പനുണ്ട്. ഇതിൽ ആരുടേതാണ് ദളിത് സാഹിത്യം? പ്രദീപൻ മാഷിന്റെ കൃതികൾ ഏതൊക്കെയാ? ദളിത് സൗന്ദര്യ ശാസ്ത്രം അല്ലെ? ദളിത് സൗന്ദര്യ ശാസ്ത്രം ആരുടേതാണ്? പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെതാണ് അല്ലെ? പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെതാണ് ദളിത് സൗന്ദര്യ ശാസ്ത്രം. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, വായനയുടെ ദളിത് പാഠം ആരുടേതാണ്? വായനയുടെ ദളിത് പാഠം എന്നുള്ള കൃതി ആരുടേതാ? വായനയുടെ ദളിത് പാഠം എന്നുള്ള കൃതി ആരുടേതാ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. വായനയുടെ ദളിത് പാഠം കെ കൊച്ചിന്റെ കൃതിയാണ് വായനയുടെ ദളിത് പാഠം. അങ്ങനെയാണ് വെച്ചെങ്കിൽ കാതൽ മലയാളത്തിലെ ദളിത് കവിതകളുടെ ഒരു സമാഹാരമാണ് കാതൽ എന്നുള്ളത്. ആരുടെ കൃതിയാണ് കാതൽ? എന്നുള്ള കൃതി ആരുടേതാ? ഇവിടെ ഇപ്പൊ കെ കൊച്ചും കവിയൂർ മുരളിയുമാണ് പലർക്കും ഡൗട്ടായിട്ട് വന്നിട്ടുള്ളത്. കവിയൂർ മുരളിയുടെ കൃതികൾ ഏതൊക്കെയാ മക്കളെ? കവിയൂർ മുരളിയുടെ കൃതികള് ദളിത് സാഹിത്യം എന്നുള്ള കൃതി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ദളിത് സാഹിത്യം ആരുടേതാണ്? കവിയൂർ മുരളിയുടെ കൃതിയായിട്ട് ദളിത് സാഹിത്യമുണ്ട്. പിന്നെ അയ്യങ്കാളിപ്പട എന്നുള്ള ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇല്ലേ? അയ്യങ്കാളിപ്പട എന്ന പേരിൽ അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? നോവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കവിയൂർ മുരളിയുടെ കൃതികളൊക്കെ ഒന്ന് പറഞ്ഞേ. കവിയൂർ മുരളിയുടെ കൃതികളൊക്കെ ഒന്ന് പറഞ്ഞേ പിള്ളേരെ. മണി പിടിച്ചിരിക്കല്ലേ, പറഞ്ഞേ. കവിയൂർ മുരളിയുടെ കൃതികളൊന്ന് പറയൂ. അത് ആരും ഒന്നും മിണ്ടാത്തേ, പറ.
പറയുന്ന ഓഡിയോ ക്ലിയർ അല്ലേ? കവിയൂർ മുരളിയുടെ കൃതികൾ ഒന്ന് പറഞ്ഞേക്ക്. ഒരെണ്ണം ഞാൻ പറഞ്ഞു, ദളിത് സാഹിത്യം. പിന്നെ ദളിത് ഭാഷാ നിഘണ്ടു. പിന്നെ പറയൂ. ദളിതർക്ക് എഴുതിയ സുവിശേഷം. ദളിതർക്ക് എഴുതിയ സുവിശേഷം. വയൽച്ചുള്ളികൾ. വയൽച്ചുള്ളികൾ കവിതയാണ്. യെസ്. സുഗന്ധി എന്ന പേരിൽ നോവൽ. നോവൽ. പുറനാനൂറിന് പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. പുറനാനൂറിനെ പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. ആരെ? യെസ്. ഇനി പ്രദീപം പാമ്പരിക്കുന്നിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവൽ ഉണ്ടല്ലോ. പ്രദീപ മാഷിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവല്. പ്രദീപ മാഷിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലില്ലേ മക്കളെ? ദളിത് ജീവിതം അനാവരണം ചെയ്യുന്ന ഒരു നോവല് ഏതാ? പറഞ്ഞേ. എരി എന്നുള്ള നോവല്. എരി എന്നുള്ള നോവല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നോവലാണ് എരി. യെസ്. എരി എന്നുള്ള നോവല്. നിങ്ങൾ ആരും ഈ പേരുകളൊന്നും കേട്ടിട്ടില്ലേ? ഇനി സി അയ്യപ്പൻ. സി അയ്യപ്പന്റെ കൃതികൾ ഏതൊക്കെയാ? സി അയ്യപ്പന്റെ കൃതികൾ. സി അയ്യപ്പന്റെ കൃതികൾ ഏതൊക്കെയാ? സി അയ്യപ്പന്റെ കൃതികൾ കഥകളാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ. സി അയ്യപ്പൻ ദളിതത്തിന്റെ ശക്തനായിട്ടുള്ള വക്താവായിരുന്നു. ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ. ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ. ഞണ്ടുകൾ. ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ. ഞണ്ടുകൾ. ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, ഞണ്ടുകൾ എന്നിവയെല്ലാം ആരുടേതാണ്? യെസ്. ദളിത് സാഹിത്യം കവിയൂർ മുരളി. ഇനി കെ കെ കൊച്ചിന്റെ കൃതികൾ ഏതൊക്കെയാ? കെ കെ കൊച്ചിന്റെ കൃതികൾ. കെ കെ കൊച്ചിന്റെ കൃതികൾ ഏതൊക്കെയാ? കെ കെ കൊച്ചിന്റെ കൃതികൾ പറഞ്ഞേ. കെ കെ കൊച്ചിന്റെ കൃതികൾ ഏതൊക്കെയാ? പറയും പിള്ളേരെ. കെ കെ കൊച്ചിന്റെ കൃതികൾ ഏതൊക്കെയാ? കെ കെ കൊച്ചിന്റെ കൃതികൾ. കെ കെ കൊച്ച്. കെ കെ കൊച്ച്, കുഞ്ഞാമനൊക്കെ സമകാലികമായിട്ട് ചോദ്യപേപ്പറുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളുകളാണ്. അവരുടെ കൃതികൾ എപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാറുമുണ്ട്. കെ കെ കൊച്ചിന്റെ കൃതി ഒരെണ്ണം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു നമ്മള്. കെ കെ കൊച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി വായനയുടെ ദളിത് പാഠം നമ്മൾ പറഞ്ഞു. വായനയുടെ ദളിത് പാഠം കെ കെ കൊച്ച്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇരുട്ടിലെ കണ്ണാടി എന്നുള്ള കൃതി ആരുടെ? ഇരുട്ടിലെ കണ്ണാടി കെ കെ ബാബുരാജിന്റെ ആണ്. ഇരുട്ടിലെ കണ്ണാടി കെ കെ ബാബുരാജിന്റേതാണ്. കെ കെ ബാബുരാജ്. ഇരുട്ടിലെ കണ്ണാടി. ഓക്കെ. അപ്പൊ ദളിത് സാഹിത്യം എന്ന കൃതി രചിച്ചത് ആരാണ്? കവിയൂർ മുരളിയാണ്. കവിയൂർ മുരളി. ദളിത് സൗന്ദര്യ ശാസ്ത്രം പ്രദീപൻ പാമ്പരിക്കുന്ന്. മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം ടി കെ അനിൽകുമാർ. ദളിത് പ്രത്യയശാസ്ത്രം, ചരിത്രം, സാഹിത്യം, സൗന്ദര്യശാസ്ത്രം കെ കെ ദാസ്. ദളിത് കവിതകൾ ഒരു പഠനം പോൾ ചിറക്കരോട്. ദളിത് നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത്. കാതൽ മലയാളത്തിലെ ദളിത് കവിതകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കാതൽ എന്ന പേരിലെ മലയാളത്തിലെ ദളിത് കവിതകളുടെ സമാഹാരം ആരുടേതാണ്? OK സന്തോഷിന്റേതാണ്. വായനയുടെ ദളിത് പാഠം കെ കെ കൊച്ച്. വായനയുടെ ദളിത് പാഠം ആരുടേതാണ്? കെ കെ കൊച്ചിന്റേതാണ്. മറ്റൊരു ജീവിതം സാധ്യമാണ് കെ കെ ബാബുരാജ്. മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നുള്ള കൃതി ആരുടേതാണ്? കെ കെ ബാബുരാജിന്റേതാണ്. ഇരുട്ടിലെ കണ്ണാടിയും കെ കെ ബാബുരാജിന്റേതാണ്. ഇരുട്ടിലെ കണ്ണാടി അതും ആരുടേതാണ്? കെ കെ ബാബുരാജിന്റേതാണ്. ബലിയാടുകളുടെ വംശാവലി TM യേശുദാസൻ. കീഴാളന്റെ പ്രതിരോധ തന്ത്രം ഡോക്ടർ ഷീബ M കുര്യൻ. ദളിതമക്ഷര സംയുക്തം ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. സജിത KR. സജിത ടീച്ചറുടെ പുസ്തകമാണ് ദളിതമക്ഷര സംയുക്തം. തിരസ്കൃതരുടെ രചനാഭൂപടം രാജേഷ് ചിറപ്പാടും OK സന്തോഷും ഒരുമിച്ച് എഴുതിയ കൃതിയാണ്. ആദർശം, എഴുത്ത്, അവസ്ഥ, ദളിത് സാഹിത്യ പഠനങ്ങൾ MB മനോജ്. ദളിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന്.
ദളിത് പ്രത്യയശാസ്ത്രം ചരിത്രം സാഹിത്യം സൗന്ദര്യദാസം KK ദാസ്. ദളിത് സൗന്ദര്യശാസ്ത്രം പ്രദീപൻ പാമ്പരിക്കുന്ന്. മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം TK അനിൽകുമാർ. ദളിത് കവിതകൾ ഒരു പഠനം പോൾ ചിറക്കരോട്. ദളിത് സാഹിത്യം കവിയൂർ മുരളി. ഓക്കെ, ക്ലിയർ അല്ലേ? ദളിത് നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. അപ്പൊ അടുത്ത പ്രാവശ്യം സാധാരണ പരിസ്ഥിതി നിരൂപണം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാനുള്ളതാണ്. അപ്പൊ ദളിത് നിരൂപണം പരിസ്ഥിതി നിരൂപണം കഴിഞ്ഞ 2 പരീക്ഷയ്ക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദളിത് പരിസ്ഥിതി. ഇനി സ്ത്രീ കൃതികൾ അതും ചോദിക്കാനുള്ള, സ്ത്രീ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുള്ള കൃതികൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം വൃത്തത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഭാഷാവൃത്തത്തിൽ ഉൾപ്പെടാത്തവ: കാകളി, മന്ദാക്രാന്ത, മണികാഞ്ചി, ശ്രദ്ധര, പഞ്ചചാമരം. ഭാഷാവൃത്തത്തിൽ ഉൾപ്പെടാത്തവ, അതായത് തന്നിരിക്കുന്നതിലെ സംസ്കൃത വൃത്തമാണ് നമ്മൾ നോക്കേണ്ടത്. തന്നിരിക്കുന്നതിലെ സംസ്കൃത വൃത്തം. ഓക്കെ, നമുക്കറിയാം മന്ദാക്രാന്ത എന്താണ്? സംസ്കൃത വൃത്തമാണ്. അതുപോലെ തന്നെ മന്ദാക്രാന്ത ഏത് വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്? മന്ദാക്രാന്ത ഏത് വൃത്തമാണ് മക്കളെ? മന്ദാക്രാന്ത എന്ത് വൃത്താണ്? പറഞ്ഞേ. ഏത് സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വൃത്തത്തിന് പങ്ക്? തുള്ളൽ വൃത്തമല്ല. സന്ദേശകാവ്യവൃത്തമാണ്. സന്ദേശകാവ്യവൃത്തം മന്ദാക്രാന്ത. തുള്ളൽ വൃത്തം ഏതാ? തുള്ളൽ വൃത്തം ഏതാ മക്കളെ? തരംഗിണി, ദീർഘതരംഗിണി, അതാണ് തുള്ളൽ വൃത്തം അല്ലേ? ഇനി ഞാൻ അടുത്തത് ചോദിക്കട്ടെ. നധോനത ഏത് വൃത്ത? നധോനത വഞ്ചിപ്പാട്ട് വൃത്തമാണ്. ഓക്കെ, ഇനി വിയോഗിനി എന്ത് വൃത്ത? വിയോഗിനി വൃത്തം. ചിന്താവിഷ്ടയായ സീതയൊക്കെ എഴുതിയ വിയോഗിനി വൃത്തം. വിലാപകാവ്യം സാധാരണയായിട്ട് ഇവയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ മന്ദാക്രാന്ത സന്ദേശകാവ്യ വൃത്തമാണ്. അപ്പൊ അത് സംസ്കൃത വൃത്തമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ബി വരുന്ന ഓപ്ഷൻസ് ഒഴികെ ബാക്കിയുള്ളത് വെട്ടിക്കളയാം. അപ്പൊ എന്തായാലും AC അല്ല എന്ന് ഉറപ്പിക്കാം. ഇനി കാകളി എന്താണ്? ഭാഷാവൃത്തമാണ്. കാകളി ഭാഷാവൃത്താണ്. മണികാഞ്ചി ഭാഷാവൃത്താണ്. നമുക്ക് ഉറപ്പിക്കാം അല്ലേ? നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൂടെ? അപ്പോ ഭാഷാവൃത്തത്തിൽ ഉൾപ്പെടാത്തവ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാക്കി ഏതൊക്കെയുള്ളത്? മന്ദാക്രാന്തിയുണ്ട്, ശ്രദ്ധരയുണ്ട്, പഞ്ചചാമരമുണ്ട്. ഇവ മൂന്നും എന്താണ്? BDE. ഇവ മൂന്നിന്റെയും പ്രത്യേകത എന്താ? ഇവ മൂന്നും എന്ത് വൃത്തങ്ങളാണ് മക്കളെ? ഇവ മൂന്നും സംസ്കൃത വൃത്തങ്ങളാണ് അല്ലെ? ഇവ മൂന്നും സംസ്കൃത വൃത്തങ്ങളാണ്. ഓപ്ഷൻ 3 ആണ് ശരിയായത്. ഇവ മൂന്നും എന്താണ്? സംസ്കൃത വൃത്തങ്ങളാണ്. അപ്പൊ ഇപ്രാവശ്യം വൃത്തം എന്നതിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ് അല്ലെ? ഇനി അപ്പൊ ഞാൻ സംസ്കൃത വൃത്തങ്ങൾ ഒന്നും കൂടിയും പറയാം. സംസ്കൃത വൃത്തങ്ങളെ എത്രയാക്കി തിരിക്കാം? സംസ്കൃത വൃത്തങ്ങളെ സമവൃത്തം എന്ന് തിരിക്കാം. സംസ്കൃത വൃത്തങ്ങളെ സമവൃത്തം, അർദ്ധസമവൃത്തം, അതുപോലെ തന്നെ വിഷമവൃത്തം എന്നിങ്ങനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. സമവൃത്തം എന്ന് വെച്ചാൽ എന്താണ്? 4 പാദത്തിലും തുല്യാക്ഷരം, 4 പാദത്തിലും അക്ഷരവ്യവസ്ഥ തുല്യമാണ് എങ്കിൽ അത് സമവൃത്തമാണ്. ഇനി അർദ്ധസമവൃത്തങ്ങൾ എന്താ? 1ഉം 3ഉം വരികൾ തുല്യമായിരിക്കും, അതുപോലെ 2ഉം 4ഉം വരികൾ തുല്യമായിരിക്കും. അതിനെയാണ് 1ാമത്തെ വരിയും 3ാമത്തെ വരിയും ഒരേ അക്ഷരസംഖ്യയായിരിക്കും, 2ാമത്തെ വരിയും 4ാമത്തെ വരിയും ഒരേ അക്ഷരസംഖ്യയായിരിക്കും. അതാണ് അർദ്ധസമവൃത്തങ്ങൾ. ഇനി വിഷമവൃത്തം എന്താ? 4 വരി 4 പാദം 4 വരി ഉണ്ടെങ്കിൽ 4ലും വ്യത്യസ്ത അക്ഷരസംഖ്യയാണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? വിഷമവൃത്തം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സംസ്കൃത വൃത്തങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട സംസ്കൃത വൃത്തങ്ങളാണ് മന്ദാക്രാന്ത, ശ്രദ്ധര, പഞ്ചചാമരം തുടങ്ങിയവയെല്ലാം തന്നെ. ഇനി അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഒരു വൃത്തം എന്ന് പറയുന്നത് എത്ര അക്ഷരം മുതൽ എത്ര അക്ഷരം വരെയുള്ളതാണ്? 8 അക്ഷരം മുതൽ 26 അക്ഷരം വരെയുള്ളവയാണ് നമ്മൾ വൃത്തം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 26 അക്ഷരത്തിന് മുകളിലാണ്
ഒരു വരിയിലെ അക്ഷരസംഖ്യ എങ്കിൽ അവയെ എന്ത് വിളിക്കാം നമുക്ക്? അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു വരിയിലെ 26 അക്ഷരത്തിനും കൂടുതലുണ്ടെങ്കിൽ അവയെ എന്ത് വിളിക്കാം? ഖണ്ഡകം എന്ന് വിളിക്കാം. അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഖണ്ഡകം. എന്ന് വിളിക്കാം. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഭാഷാവൃത്തത്തിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? മന്ദാക്രാന്ത, ശ്രദ്ധര, പഞ്ചചാമരം എന്നിവയാണ് ഭാഷാവൃത്തത്തിൽ ഉൾപ്പെടാത്തവ. ശ്രദ്ധിക്കണം, ചോദ്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഉൾപ്പെടാത്തവ ഭാഷാവൃത്തങ്ങൾ ഏത് എന്ന് ചോദിച്ചാലാണ് എയും സിയും നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെ? കാകളി വൃത്തം. എന്താണ് കാകളി വൃത്തത്തിന്റെ പ്രത്യേകത? 3 അക്ഷരത്തിൽ 5 മാത്രം വരുന്ന 8 ഗണങ്ങൾ അടങ്ങിയതാണ് കാകളിയുടെ ഒരു ഈരടി എന്ന് പറയുന്നത്. മാത്ര 5 അക്ഷരം 3-ൽ വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ള ഒരു ഈരടിക്ക് ചൊല്ലാം കാകളി എന്ന് പേർ. ക്ലിയർ അല്ലേ? മാത്ര 5 അക്ഷരം 3-ൽ വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ള ഒരു ഈരടിക്ക് ചൊല്ലാം കാകളി എന്ന് പേർ. കാകളി വൃത്തം. കാകളിക്ക് തന്നെ വകഭേദങ്ങളുണ്ട്. കളകാഞ്ചി, മണികാഞ്ചി, മിശ്രകാകളി, ഊനകാകളി, ദ്രുതകാകളി. ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ഇതിന്റെ വകഭേദങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാകളി വൃത്തം. ക്ലിയർ അല്ലേ? കാകളി വൃത്തം. അങ്ങനെ ലക്ഷണങ്ങളൊന്നും പലപ്പോഴും ചോദിച്ചു കാണാറില്ല. ഈ വൃത്തത്തിന്റെ ലക്ഷണം എന്ത്, അങ്ങനെയൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറില്ല. ഇനിയിപ്പോ ചോദിച്ചു കൂടായികയും ഇല്ല കേട്ടോ, പറയാനൊന്നും പറ്റില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഉൾപ്പെടാത്തവ. വ്യത്യയം വരാത്തവ ഏത് എന്നുള്ളതാണ് ചോദ്യം. വ്യത്യയം. അപ്പൊ എന്താണ് ആദ്യം വ്യത്യയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് പോയാൽ മതി. എന്താണ് വ്യത്യയം? ഒരേ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നവയുമായ സ്വനങ്ങളെയാണ് വ്യത്യയം എന്ന് പറയുന്നത്. ഒരേ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള സ്വനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? വ്യത്യയം എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കൂ, വ്യത്യയം വരാത്തവ ഏത് എന്നതാണ് ചോദ്യം. വ്യത്യയം വരാത്തത്. ഉത്തരം പറയാനായിട്ട് ശ്രമിക്കൂ. വ്യത്യയം വരാത്തത്. കലതല, കാറി ചാരി, കരി കറി, പാല മാട, തലം താലം. വ്യത്യയം വരാത്തത്. പാല മാട വ്യത്യയം വരുന്നില്ല. ബിജു സാർ ഒന്ന് പറയുന്നുണ്ട്, ധന്യ ടീച്ചർ ഒന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി 3 പേര് ഉത്തരം പറയുന്നുള്ളല്ലോ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. സ്ഥിരക്കാരൊക്കെ എവിടെ? ഫെബിന, വിധു ടീച്ചറെ, മീനു, ആതിര, മുഹ്സിന, ഷൈനി മോളൊക്കെ എവിടെ? അഫ്രീത്ത് ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഇടയില്. എവിടെ പോയി? ഉത്തരം പറഞ്ഞ പിള്ളേരെ തെറ്റട്ടെ. നൗഷാദ് സാർ ഓപ്ഷൻ 1 പറയുന്നുണ്ട്, അമൃത് ഓപ്ഷൻ 1, ഷൈനി മോൾ ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. അതായത് BCE. വ്യത്യയം വരാത്തത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. വ്യത്യയം വരാത്തത്. വ്യത്യയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും അർത്ഥവ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുന്നവയാണ് നമ്മൾ വ്യത്യയം എന്ന് പറയുന്നത്. നോക്കൂ, കല, തല. ഇവിടെ കായും ഇവിടെ തായും ആണ്. ഒരേ ശാബ്ദിക പരിസരത്തിലെ പ്രത്യക്ഷപ്പെടുന്നു, അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കലയാണ്, തല തലയാണ്. അപ്പൊ ഇവ എന്താണ്? വ്യത്യയമാണ്. ഓക്കെ. ഇനി കാറി ചാരി. ഒരേ പദങ്ങൾ ഒരിടത്തും വന്നിട്ടില്ല. ഇവിടെ കായാണ്, ഇവിടെ ചായാണ്, ഇവിടെ റീ ആണ്, ഇവിടെ രീ ആണ്. ഇത് വ്യത്യയം അല്ല. ഓക്കെ, അത് വ്യത്യയം അല്ല. ഓക്കെ. ഇവിടെ കരി കറി. നോക്കൂ, കാ സെയിം ആണ്. ഇവിടെ രീയും ഇവിടെ റീയും ആണെന്നേ ഉള്ളൂ. ഒരേ ശാബ്ദിക പരിസരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ്? ഒരക്ഷരം വ്യത്യാസപ്പെടുമ്പോൾ അർത്ഥം മാറുന്നുമുണ്ട്. അപ്പൊ ഇതെന്താണ്? വ്യത്യയമാണ്. ഇനി നോക്കൂ, പാല, മാട ഒക്കെ വ്യത്യാസമാണ് അല്ലേ? അപ്പൊ അത് വ്യത്യയമല്ല.
തലം താലം. തായുണ്ട് ലായുണ്ട് തായുണ്ട് ലായുണ്ട്, പക്ഷെ ഇവിടെ ദീർഘം വരുന്നുണ്ട്. തലം താലം അക്ക വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം വ്യത്യയങ്ങളാണ്, ഇവ വ്യത്യയമല്ല. പലർക്കും വ്യത്യയം എന്ന് പറയുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാകുമെങ്കിലും അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ കിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവാറുണ്ട്, സാധാരണ എനിക്കുണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? ആ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വായിച്ചു പഠിക്കുകയായിരുന്നു. നമ്മൾ ഇന്റഗ്രേഷനും കണക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാ, ചെയ്ത് എഴുതി പഠിക്കില്ലേ? അതുപോലെ ചെയ്ത് എഴുതി പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് വ്യാകരണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിന്റെ മോഡ് മാറ്റുകയാണെങ്കിൽ മക്കളെ 100% ഷുവർ വ്യാകരണം നമുക്ക് എളുപ്പമായിരിക്കും. ഭാഷാശാസ്ത്രവും എങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കണം. ഇതുപോലെ നമ്മളിത് സ്വയം ചെയ്യുകയാണ് എങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോ വ്യത്യയം വരുന്നു, വ്യത്യയം വരുന്നില്ല, വ്യത്യയം വരുന്നു, വ്യത്യയം വരുന്നില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. ഞാനിതൊരു ചെറിയ ടേബിൾ പോലെയാക്കി വ്യത്യയമുള്ളവ അല്ലാത്തവ എന്ന് തിരിച്ചു കൃത്യമായി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു. ഇല്ലേ? അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്താണ് ഏതാണ് വരുന്നത്, ഏത് വരാത്തത് ഏത്, എന്താണ് വ്യത്യയം എന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങളും ഓരോ ചോദ്യ പേപ്പർ കിട്ടുന്ന സമയത്തും വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ പോർഷൻ കിട്ടുന്ന സമയത്തും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? വ്യത്യയം എന്താണ് എന്നുള്ളത് എഴുതി വെക്കണം. എല്ലാവർക്കും എഴുതി വെച്ചോ. ഒരേ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്ന സ്വരങ്ങളെയാണ് വ്യത്യയം എന്ന് പറയുന്നത്. കലം കാലം, കളി കുളി. കലം കാലം, കളി കുളി. കല കല, കരി കറി, തലം താലം. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വ്യത്യയത്തിന് ഉദാഹരണമാണ്. കിട്ടിയോ? ഇനി വ്യത്യയം ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടില്ലേ? കിട്ടണം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കണ. ആരതി, ബിബിൻ, ഞാൻ ഐഡിയിൽ കാണുന്ന പേരാണ് വിളിക്കുന്നത്. ഇവരൊന്നും ഒന്നും മിണ്ടുന്നില്ല. സംഗീത ടീച്ചറെ, എന്താ ഒന്നും മിണ്ടാത്ത ക്ലാസ്സിലെ? ത്രിയാഗ, നിത, രജനി. ക്ലിയർ ആണ്. ചോദിച്ചാ പറയുന്നുണ്ട് ക്ലിയർ ആണെന്ന്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? വ്യത്യയം വരാത്തവ ബി ഡി മാത്രമാണ്, അവയിൽ വ്യത്യയം വരുന്നില്ല. അടുത്ത ചോദ്യം മാച്ച് ദി ഫോളോയിങ് ആണ്. അടുത്ത ചോദ്യം ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നാർമടിപ്പുടവ. നമ്മുടെ പരീക്ഷ പേപ്പറിൽ മുടിയെന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. നാർമടിപ്പുടവ പാടാത്ത പെങ്കിളി മനുഷ്യ നീ മണ്ണാകുന്നു കായൽ രാജാവ്. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ മക്കളെ ഇത്? വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ ഇത്? യെസ്. നാർമടിപ്പുടവ ആരുടെ കൃതിയാണ്? നാർമടിപ്പുടവ ആരുടെ കൃതിയാ? സാറാ തോമസിന്റെ കൃതിയാണ് നാർമടിപ്പുടവ. പാടാത്ത പൈങ്കിളി ആരുടെ കൃതിയാ? പാടാത്ത പൈങ്കിളി നമുക്കറിയാം, മുട്ടത്തു വർക്കിയുടെ കൃതിയാണ് അല്ലെ? പാടാത്ത പൈങ്കിളി സാഹിത്യം എന്നുള്ള പേര് തന്നെ കൊണ്ടുവന്ന കൃതിയാണ് അല്ലെ? മുട്ടത്തു വർക്കി. യെസ്. മനുഷ്യ നീ മണ്ണാകുന്നു. പലർക്കും ചെറിയൊരു ഡൗട്ടെങ്കിലും വരാനുള്ള ഒരു കൃതിയാണ് ഏത്? മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ളത്. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടേതാണ്? പി അയ്യനേത്തിൻ്റെതാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ള കൃതി ആരുടേതാണ്? പി അയ്യനേത്തിൻ്റെതാണ്. പി അയ്യനേത്ത്. യെസ്. കായൽ രാജാവ് ആരുടെ കൃതിയാ? കാവാലം വിശ്വനാഥ കുറുപ്പിൻ്റെതാണ് കായൽ രാജാവ്. കാവാലം വിശ്വനാഥ കുറുപ്പിൻ്റെതാണ് കായൽ രാജാവ്. ക്ലിയർ അല്ലേ? കായൽ രാജാവ് കാവാലം വിശ്വനാഥ കുറുപ്പിൻ്റെതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ. A3 B1. A3 B1 എന്ന് മാത്രം കിട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും ഇല്ലേ? ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ്. A3 B1 C2 D4. ക്ലിയർ അല്ലേ? കൃതികളെ വെച്ചുകൊണ്ട് മാത്രം വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. യെസ്. അടുത്ത ചോദ്യം. കഥ. ഏത് കഥ? നവോത്ഥാന കഥ.
നവോത്ഥാന കഥ. രജനീരംഗം, വെള്ളപ്പൊക്കത്തിൽ, കൂൾ ഡ്രിങ്ക്, വിശപ്പ്. രജനീരംഗവും വെള്ളപ്പൊക്കത്തിലും വിശപ്പൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല യൂണിവേഴ്സിറ്റീസിലും ഇപ്പോഴും ഇവയെല്ലാം സിലബസിലെ ഉണ്ട് പഠിക്കാനായിട്ട്. മൂന്ന് 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 എല്ലാവരും ഉത്തരം പറയണേ, എനിക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് പാടാത്ത പെങ്കിലി അറിയാമെങ്കിൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടിയേനെ. യെസ്, ആരതി, ധനലക്ഷ്മി, ബിജു, രേഷ്മ, വിധു, ഫൗസിയ എല്ലാവരും ഉത്തരം പറഞ്ഞു. എന്തിനാ മടി വിചാരിച്ചിരിക്കണേ? യെസ് മക്കളെ, രജനീരംഗം ആരുടേതാണ്? യെസ്, നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് ഏത്? രജനീരംഗം. രജനീരംഗം, വി.ടി. ഭട്ടതിരിപ്പാട്. മാച്ച് ദി ഫോളോയിങ്ങിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, വെള്ളപ്പൊക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അല്ലെ? വെള്ളപ്പൊക്കത്തിൽ റിപ്പീറ്റഡ് ആണ്. തകഴിയുടെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ആദ്യം പറയുന്ന കഥ ഏതായിരിക്കും? വെള്ളപ്പൊക്കത്തിലായിരിക്കും. ആരുടേതാണ്? തകഴിയുടെ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. B1. ഇപ്പോഴേ നമുക്ക് ഉത്തരം വന്നു. B1 അല്ലെ? കൂൾ ഡ്രിങ്ക് ആരുടെ കഥയാ? വേണ്ട. വിശപ്പ് ആരുടെ കഥയാ? വിശപ്പ്, ജന്മദിനം തുടങ്ങിയ കഥകൾ എഴുതിയതാരാ മലയാളത്തിലെ? വിശപ്പ്, ജന്മദിനം ഒക്കെ. യെസ്, വിശപ്പ് ആരുടേതാ? ബഷീർ. അപ്പൊ തന്നെ കൂൾ ഡ്രിങ്ക് ആരുടേതാണെന്ന് നമുക്ക് കിട്ടി? കേശവദേവിൻ്റെതാണെന്ന് കിട്ടി. പ്രതിജ്ഞയൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്, പക്ഷെ ഇപ്പൊ കൂൾ ഡ്രിങ്കും ചോദിച്ചിട്ടുണ്ട്. കേശവദേവിന്റെ നോട്ടിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുക കൂൾ ഡ്രിങ്ക് എന്നുള്ള കഥ ഇപ്രാവശ്യത്തെ പരീക്ഷ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നവോത്ഥാന കഥയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നവോത്ഥാന കഥ. പലപ്പോഴും പിള്ളേർ എന്നോട് ചോദിക്കും, ടീച്ചറെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുന്നതിനിടയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് വരുമെന്ന് എങ്ങനെ ടീച്ചർ ഇത്ര ഫോക്കസ് ചെയ്ത് പറയുന്നത്? ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലൂ പ്രിന്റ് എന്നുള്ളത്. എന്റെ ടേബിളിന്റെ സൈഡിൽ ഞാൻ ഒട്ടിച്ചു വെക്കും ബ്ലൂ പ്രിന്റ്. അടുത്ത ബാച്ചിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വൃത്തമാണ് എങ്കിൽ ബ്ലൂ പ്രിന്റ് അനുസരിച്ചിട്ട് തന്നെ പറഞ്ഞു പോകുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട്. അതും ഒരു പ്രാവശ്യത്തില്ല കേട്ടോ. ഇപ്പൊ 2024, 23, 25 പറഞ്ഞിട്ടാണ് 26 ജൂണിലേക്കുള്ള ബാച്ചിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതൊക്കെ വന്നു, ഇനി വരാൻ സാധ്യതയുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ A4, B1, C2, D3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നവോത്ഥാന കഥ. അടുത്ത ചോദ്യം നോക്കിയാലോ? യെസ്, ദുരവസ്ഥയെ കുറിച്ച് ആശാന്റെ അഞ്ചടി കവിത എന്ന ലേഖനം എഴുതിയത് ആരാണ്? ഇത് റിവേഴ്സിലാണ് പലപ്പോഴും നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ദുരവസ്ഥയെ അഞ്ചടി കവിത എന്ന് വിശേഷിപ്പിച്ചത് ആരെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ആരതി, നൗഷാദ്, ധനലക്ഷ്മി, അഫ്രീത്ത്, ധന്യ എല്ലാവരും പറയുന്ന ആരാണ്? ആശാന്റെ ദുരവസ്ഥയെ അഞ്ചടി കവിത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലീലാവതി ടീച്ചറാണ്. ഡോക്ടർ എം ലീലാവതിയാണ്. യെസ്, ലീലാവതിയാണ്. ദുരവസ്ഥയെ കുറിച്ച് ആശാന്റെ അഞ്ചടി കവിത എന്ന ലേഖനം എഴുതിയത് ആരാണ്? ലീലാവതി ടീച്ചറാണ്. ക്ലിയർ ആയില്ലോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. ശബ്ദാലങ്കാരം, സാഹിതി സർവസ്വം, രസികരത്നം, കാവ്യ ജീവിത വൃത്തി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. മാച്ച് ദി ഫോളോയിങ്. ക്ലിയർ ആണല്ലോ ചോദ്യം? ശബ്ദാലങ്കാരം. ശബ്ദാലങ്കാരം ആരുടെ കൃതിയാ? ശബ്ദാലങ്കാരം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും ചോദിക്കാം. ക്ഷമിക്കണം. ഒന്നാണ് എല്ലാവരും പറയുന്നത് ഓപ്ഷൻ 1. യെസ്, ശബ്ദാലങ്കാരം എന്നുള്ളത് ആരുടെയാ മക്കളെ? ശബ്ദാലങ്കാരം എന്നുള്ളത് ആരുടെയാ? ശബ്ദാലങ്കാരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കൃതിയാണ് ഏത്? ശബ്ദാലങ്കാരം എന്നുള്ളത്. ശബ്ദാലങ്കാരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കൃതിയാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മറ്റു കൃതികളൊക്കെ ഒന്ന് പറഞ്ഞേ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മറ്റു കൃതികള്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം എഴുതിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലേ? അല്ലേ? യെസ്. അംഭോപദേശം, കവിഭാരതം, അംഭോപദേശം. ഇനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പച്ച മലയാള കൃതി ഏതാ? പച്ച മലയാള കൃതി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പച്ച മലയാള കൃതി നല്ല ഭാഷ. യെസ് ആരതി, വെരി ഗുഡ്. വിധു ടീച്ചറെ, നല്ല ഭാഷ, തുപ്പൽ കോളാമ്പി, കവിഭാരതം, അംഭോപദേശം, നല്ല ഭാഷ,
തുപ്പൽ കോളാമ്പി, പാലുള്ളി ചരിതം, പാലുള്ളി ചരിതം. പിന്നെ ഒരു യാത്രാ വിവരണ കാവ്യമുണ്ടല്ലോ, ഒരു യാത്രാ വിവരണ കാവ്യം ഉണ്ടല്ലോ. ഏതാണത്? മദിരാശി യാത്ര. മദിരാശി യാത്ര. മദിരാശി യാത്ര. മദിരാശി യാത്ര. ഇനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേരള 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 വ്യാസൻ. വെരി ഗുഡ്. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം ശ്രീ മഹാഭാരതം എന്ന പേരിൽ വിവർത്തനം ചെയ്തു. മഹാഭാരതം ശ്രീ മഹാഭാരതം എന്ന പേരിൽ വിവർത്തനം ചെയ്തു. ഭഗവത്ഗീത ഭാഷാ ഭഗവത്ഗീത എന്ന പേരിൽ വിവർത്തനം ചെയ്തു. മഹാഭാരത വിവർത്തനം നടത്തിയിട്ടുണ്ട്, ഭാഷാ ഭഗവത്ഗീതയ്ക്ക് വിവർത്തനം നടത്തിയിട്ടുണ്ട്, ശുഗ സന്ദേശത്തിന് വിവർത്തനം നടത്തിയിട്ടുണ്ട്. ശുഗ സന്ദേശം. ശുഗ സന്ദേശം. ക്ലിയർ അല്ലേ? യെസ്. ഇനി മറ്റേതെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള വരികൾ എന്തെങ്കിലും ഉണ്ടോ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതായിട്ട്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതായിട്ട് എപ്പോഴും ചോദിക്കുന്ന വല്ല വരികളും നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? കേരളം എന്നുള്ളൊരു കൃതി ഉണ്ടോ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ? കേരളം. കേരളം എന്നുള്ളൊരു കൃതി ഉണ്ടോ? ഉണ്ടോ? മറ്റുള്ള ഭാഷകൾ കേവലം ദാസിമാർ എന്നുള്ളതല്ല, വേറൊരു വരി, ഒരു അപൂർണ കൃതി ഉണ്ട്, കേരളം എന്ന മഹാകാവ്യമുണ്ട്. അതിലൊരു വരി ഉണ്ടല്ലോ, പ്രസിദ്ധമായിട്ടുള്ള ഒരു വരി, എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. കേരളം എന്ന അപൂർണ കൃതിയിലെ നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം. വെരി ഗുഡ് അമിന, വെരി ഗുഡ്. ഇത് ടീച്ചറെ, നമുക്ക് ഇതിലെ ഒരുപാട് ഓപ്ഷൻസ് തന്നാൽ നിങ്ങൾ പറയും, പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടാത്തതാണ്. ഒരു ചോദ്യം ചോദിച്ചു, അതിനെ കറക്റ്റ് ചെയ്ത് വേറെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം അറിയാം അല്ലെ? ഇപ്പൊ നമുക്ക് എടുത്ത എന്ന് പറഞ്ഞപ്പോ പലർക്കും അത് ഓർമ്മ വന്നു, അയ്യോ ഇത് എനിക്ക് അറിയായിരുന്നു എന്നുള്ളത് അല്ലേ മക്കളെ? ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്നുള്ളത്. ക്ലിയർ അല്ലേ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ? ഇനി സാഹിതി സർവസ്വം ആരുടേതാണ്? സാഹിതി സർവസ്വം. സാഹിതി സർവസ്വം എന്നുള്ള കൃതി ആരുടേതാ? വടക്കുംകൂർ രാജരാജവർമ്മയുടേതാണ് അല്ലെ? സാഹിതി സർവസ്വം വടക്കുംകൂറിന്റേതാണ്. സാഹിതി സർവസ്വം ആരുടേതാണ്? വടക്കുംകൂർ രാജരാജവർമ്മയുടേതാണ്. അപ്പൊ പറഞ്ഞോ, വടക്കുംകൂർ രാജരാജവർമ്മ. ഈ പേര് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് അല്ലെ? വടക്കുംകൂർ, മലയാള സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്നു വടക്കുംകൂർ രാജരാജവർമ്മ അല്ലെ? ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാ? ഉള്ളൂരിന്റെ ചരമത്തെ അനുശോചിച്ച് വടക്കുംകൂർ എഴുതിയ കൃതി ഏതാ? ഉള്ളൂരിന്റെ ചരമത്തിൽ അനുശോചിച്ച് വടക്കുംകൂർ എഴുതിയ കൃതി ഏതാ? മഹച്ചരമം. മഹച്ചരമം. അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്, മഹച്ചരമം. ഓക്കെ. കൃഷ്ണഗാഥയ്ക്ക് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷ്ണഗാഥയ്ക്ക് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ സാഹിത്യശാസ്ത്ര ഗ്രന്ഥമാണ് സാഹിതി സർവസ്വം. ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന്റെ സാഹിത്യശാസ്ത്ര ഗ്രന്ഥമാണ് സാഹിതി സർവസ്വം. ഇനി കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം രചിച്ചത് വടക്കുംകൂറാണ്. കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം ആരുടേതാണ്? വടക്കുംകൂറിന്റേതാണ്. കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം വടക്കുംകൂറിന്റേതാണ്. അതുപോലെ സാഹിത്യശാസ്ത്രം എന്നുള്ളൊരു കൃതി കൂടിയുണ്ട്. സാഹിത്യശാസ്ത്രം. സാഹിത്യ കൗസ്തുഭം. സാഹിത്യശാസ്ത്രം, സാഹിത്യ കൗസ്തുഭം, സാഹിത്യ ഹൃദയം. സാഹിത്യശാസ്ത്രം, സാഹിത്യ കൗസ്തുഭം, സാഹിത്യ ഹൃദയം, സാഹിത്യനിധി. സാഹിത്യനിധി. ഓക്കെ. ഇനി കൈരളി മാഹാത്മ്യം അടുത്ത കൃതിയാണ്. കൈരളി മാഹാത്മ്യം. കൈരളി മാഹാത്മ്യം അദ്ദേഹത്തിന്റെ കൃതിയാണ് കേട്ടോ, കൈരളി മാഹാത്മ്യം. ഇനി വടക്കുംകൂർ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുടെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അപ്പൊ വടക്കുംകൂർ രചിച്ച ജീവചരിത്രങ്ങൾ കൂടി പറയാമല്ലോ അല്ലെ? ഉള്ളൂർ മഹാകവി. ഉള്ളൂർ മഹാകവി. ഉള്ളൂർ മഹാകവി. മഹാകവി രാമപാണിവാദൻ.
ഇദ്ദേഹം രചിച്ചിട്ടുള്ള ജീവചരിത്രങ്ങളാണ് മഹാകവി രാമപാണിവാദൻ, ഉള്ളൂർ മഹാകവി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ശ്രീ കാളിദാസൻ, ക്ഷേമേന്ദ്രൻ, ഉള്ളൂർ മഹാകവി, രാമപാണിവാദർ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ശ്രീ കാളിദാസൻ, ക്ഷേമേന്ദ്രൻ. ഇതൊക്കെ ആരുടെ ജീവചരിത്രങ്ങളാണ്? വടക്കുംകൂറിന്റെ ജീവചരിത്രങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇനി വടക്കുംകൂർ രാജരാജവർമ്മ എഴുതിയ മഹാകാവ്യമാണ് രഘുവീര വിജയം. വടക്കുംകൂർ രാജരാജവർമ്മ എഴുതിയ മഹാകാവ്യങ്ങൾ രഘുവീര വിജയം, ഉത്തരഭാരതം, രാഘവാഭ്യുദയം, ക്ലിയർ അല്ലേ? ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മഹാകാവ്യങ്ങളാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി രസികരത്നം ആരുടേതാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടേതാണ്. രസികരത്നം. ഭാഷാദർപ്പണ ഗ്രന്ഥം രസികരത്നം, തെറ്റിക്കരുത് കേട്ടോ. രസികരത്നം എന്നുള്ള കൃതി ആരുടേതാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ അതാണ് ഏത്? രസികരത്നം എന്നുള്ള കൃതി. ഓക്കെ. ഇനി ഈ ആറ്റൂര് ഒരു സംഗീത ശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരെന്താ? അതൊരു നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആറ്റൂരിന്റെ ഭാഷാദർപ്പണം അല്ലെങ്കിൽ രസികരത്നം എന്നുള്ളത് അലങ്കാര ഗ്രന്ഥമാണ് കേട്ടോ. അത് ഭാഷാദർപ്പണം അലങ്കാര ഗ്രന്ഥം. ഓക്കെ. ഞാൻ ചോദിച്ചത് എന്തായിരുന്നു? ആറ്റൂരിന്റെ സംഗീത ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്താ? സംഗീത ചന്ദ്രിക. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടേതാണ് സംഗീത ചന്ദ്രിക. ഓക്കെ. ഇനി നീതിമാല എന്ന പേരിലും താരകം എന്ന പേരിലും താരക, പുരാണ പുരുഷന്മാർ, ബാലരാമായണം. പുരാണ പുരുഷന്മാർ, ലഘുരാമായണം. ബാലരാമായണം അല്ല കേട്ടോ, ലഘുരാമായണം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതികളാണ്. ഓക്കെ. ഇനി ആറ്റൂരെ ഉണ്ണുനീലി സന്ദേശം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ആറ്റൂര്. ഉണ്ണുനീലി സന്ദേശം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി ആറ്റൂരിന്റെ സാഹിത്യ ചരിത്ര ഗ്രന്ഥത്തിന്റെ പേരെന്താ? ഭാഷാ സാഹിത്യ ചരിത്രം. ആരുടേതാണ്? ആറ്റൂരിൻ്റെതാണ് ഭാഷാ സാഹിത്യ ചരിത്രം. ഓക്കെ. പിന്നെ കേരള ശാകുന്തളത്തിന്റെ വിവർത്തനം. കേരള ശാകുന്തളം വിവർത്തനമാണ്. ശാകുന്തളം വിവർത്തനം. ലീലാതിലകം വിവർത്തനം. ഓക്കെ. ഇത്ര ഞാൻ പറഞ്ഞത് രസികരത്നം എന്ത് കൃതിയാണെന്ന് നോക്കാനായിരുന്നു. ഇതൊരു സംസ്കൃത കൃതിയാണ് രസികരത്നം. ഞാൻ നോട്ടിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയായിരുന്നില്ല. ഓക്കെ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ആറ്റൂർ കൃഷ്ണപിഷാരടി ഭാഷാ സാഹിത്യ ചരിത്രം. ഇനി ആറ്റൂരുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ HSC-ക്കൊക്കെ വൈജ്ഞാന സാഹിത്യം ഒരു ചോദ്യ മേഖലയായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ നെറ്റിനും വൈദ്യശാസ്ത്ര കൃതികൾ ചോദിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള 2 കൃതികളുണ്ട്. ആറ്റൂരിന്റെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള 2 കൃതികളുണ്ട്. ഒന്ന് വിഷവൈദ്യ സാര സംഗ്രഹം. ആറ്റൂരിന്റെ കൃതികളാണ് വിഷവൈദ്യ സാര സംഗ്രഹം. അത് വിഷവൈദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ്. പിന്നെ ഇദ്ദേഹം സഹസ്രയോഗം വ്യാഖ്യാനിച്ചു.
വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സഹസ്രയോഗം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് ഇത്രയധികം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത്. എഴുതിയെടുക്കുന്നുണ്ടല്ലോ? ഓക്കെ. ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റുകൾ ഉണ്ടാകും. ഇപ്പൊ ഈ പറയുന്ന പോയിന്റുകളിൽ ഏതെങ്കിലുമൊക്കെ പുതിയതായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം അല്ല. പിന്നെ കാവ്യ ജീവിത വൃത്തി ആരുടേതാണ്? ശിരോമണി പി കൃഷ്ണൻ നായരുടേതാണ്. ശിരോമണി പി കൃഷ്ണൻ നായരുടേതാണ്. അപ്പൊ A3 അല്ല, A2 B3 C1 D4 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? ഒരു ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉത്തരം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കൃതികൾ, ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. 47ാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം. ഓക്കെ. വില്ലാളിയാണു ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി മീട്ടലല്ല എന്റെ ലക്ഷ്യം. വെറും വെള്ളിടി വെട്ടാനെങ്കിൽ ഇടവപ്പാതിക്കാരെ നീയും എന്തിനു വന്നു. ഞാനിവിടെ നിൽക്കവേ ഹേ സൂര്യ, നീ എന്റെ വാക്കിന്റെ തിരിയിൽ നിന്നെരിയുന്നു. നിത്യഗായക, മൃതനാകുവാൻ പിറന്നൊരു പക്ഷിയല്ല നീ, മരിക്കില്ല നീ ഒരു നാളും. ആരുടെയൊക്കെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോളൂ, ഉത്തരം പറഞ്ഞോളൂ. കടന്നു വരൂ എന്ന് പറയണ പോലെയല്ലേ? വില്ലാളിയാണ് ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി മീട്ടലല്ല എന്റെ ലക്ഷ്യം. ഇതെല്ലാവർക്കും കിട്ടണമല്ലോ. ഈ വരി നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വരിയാണ്. ഈ വരി റിപ്പീറ്റഡ് ആണ്. ഈ വരിയും വരി എഴുതിയ ആളും എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. വില്ലാളിയാണ് ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി മീട്ടൽ എന്റെ ലക്ഷ്യം. ഇതാരുടെ വരിയാ? ഇതാരുടെ വരിയാണ് മക്കളെ? ഓപ്ഷൻ എ വില്ലാളിയാണ്. ഇത് മാത്രം ഒന്ന് പറഞ്ഞേ. വില്ലാളിയാണ് ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി മീട്ടലല്ല എന്റെ ലക്ഷ്യം. ഈ വരി ആരുടെ? ഇത് വില്ലാളി എന്ന പേരിലെ അദ്ദേഹം എഴുതിയ കവിത. വില്ലാളിയാണു ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി മീട്ടലല്ല എന്റെ ലക്ഷ്യം. കാണാമൻ കൈകളിൽ പാവനാദർശത്തിൽ ഞാനാൽ നിബന്ധിച്ച ഭാവനയെ. അങ്ങനെയാണ് അതിന്റെ ഫുള്ള്. പി ഭാസ്കരന്റെ കവിത, വില്ലാളി എന്നുള്ള കവിത. പി ഭാസ്കരൻ. അപ്പൊ A3 ആണ് എന്നുള്ളത് കിട്ടി. A3 ആണെന്നുള്ളത് കിട്ടിയാൽ 2 എലിമിനേറ്റ് ചെയ്യാം. വെറും വെള്ളിടി വെട്ടാനാണെങ്കിൽ ഇടവപ്പാതിക്കാരെ വീണ്ടും എന്തിന് നീ വന്നു. ഇതാരുടെ വരിക? വല്ലാത്ത വരികളാണല്ലേ എല്ലാതും. 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്തെങ്കിലും ഗസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇവയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ വരികളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടാ. ഞാനൊരു ക്ലൂ തരാം. തീ പെയ്യരുതേ മഴമുഖിലെ. ഇതാണ് കവിത. ആരുടേതാണ് ഈ വരികൾ എന്ന് അറിയാമോ? ഈ കവിതയിലെ വരികളാണ്. വെറും വെള്ളിടി വെട്ടാനെങ്കിൽ ഇടവപ്പാതിക്കാരെ നീ എന്തിനു വന്നു എന്നുള്ളത്. ഇത് പുതുശ്ശേരി രാമചന്ദ്രന്റെ വരികളാണ്. പുതുശ്ശേരി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ തീ പെയ്യരുതേ മഴമുഖിലെ എന്നുള്ള കവിതാ സമാഹാരത്തിലെ വരികളാണ്. എല്ലാ വരികളൊന്നും നമുക്ക് കിട്ടില്ല. എല്ലാ വരികളും ഏത് കവിതയിലേതാണെന്നൊന്നും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. ഇത് വില്ലാളി എന്നുള്ള കവിതയിലെ വരികളാണ്. ആദ്യത്തെ വരി. ഇനി ഞാനിവിടെ നിൽക്കവേ ഹേ സൂര്യ, നീ എന്റെ വാക്കിന്റെ തിരിയിൽ നിന്നെരിയുന്നു. എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ ആരുടേതാണ് എന്നുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ മക്കളെ? ONVയുടേതാണ്. സത്യമാണ്, ശരിയാണ്. സത്യമാണെന്നല്ല, ശരിയാണ്. ONVയുടെ വരികളാണ് അല്ലെ? ONV കുറിപ്പിന്റെ വരികളാണ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. ഇതാരുടേതാണ്? ONVയുടെ വരികളാണ്. ONVയുടെ വരികളാണ്. ഏതാ കവിത എന്നറിയോ? ഏതാ കവിത എന്നറിയോ? ONVയുടെ കവിതകൾ എന്നുള്ള കവിതാ സമാഹാരത്തിലേതാണ് എന്നുള്ളത് എനിക്കറിയാം.
നീ എന്റെ വാക്കിനായി നിന്നിരിക്കുന്നു, മൺവിളക്കുകൾ വിട്ടു പാറിപ്പോ പ്രകാശത്തെ പിന്തുടരുമ്പോൾ കൂട്ടിന് എനിക്ക് ഈ പാട്ടാണല്ലോ എന്ന് പറയുന്നതാണ് ആ വരികൾ. ഏത് കവിതയിലേതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? യെസ്, എനിക്കറിയില്ല കേട്ടോ. വരി അറിയാം, ഏതാ കവിത എന്നുള്ളത് എനിക്കറിയില്ല. നോക്കാം നമുക്ക്. സമ്പൂർണ്ണ സമാഹാരം കൊടുത്ത് തപ്പുണ്ട് വരും ചില സമയത്തെ, അതുകൊണ്ടാണ്. ഓക്കെ. നിത്യകായിക മൃദ്ധനാകുവാൻ പിറന്നൊരു പക്ഷിയല്ല നീ, മരിക്കയില്ല ഒരു നാളും. ആരുടെ വരികളാണ്? സുഗതകുമാരി ടീച്ചറിന്റെ വരികളാണ്. നമുക്കറിയാം അല്ലെ, സുഗതകുമാരിയുടെ വരികളാണ്. സുഗതകുമാരി. നിത്യകായിക മൃദ്ധനാകുവാൻ പിറന്നൊരു പക്ഷിയല്ല നീ, മരിക്കില്ല ഒരു നാളും എന്നുള്ളത് ആരുടേതാണ്? സുഗതകുമാരി ടീച്ചറുടെ വരികളാണ്. ക്ലിയർ അല്ലേ? വരികൾ ഇപ്പോൾ എഴുതി വെച്ച് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. അല്ലാതെ ഇത്രയധികം കവിതകളുള്ള മലയാള സാഹിത്യത്തിലെ ഓരോ വരിയും ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ആവർത്തിച്ച് വരുന്ന വരികൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ കാര്യം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. വിഭക്ത്യാഭാസം വരാത്തവ. വിഭക്ത്യാഭാസം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടുകയുള്ളൂ. നമുക്കറിയാം വിഭക്തി, നിപ്രസം ഉപ്രസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ വിഭക്തിയെ കുറിച്ചിട്ട്. വിഭക്തിയുടെ തുടർച്ചയായിട്ട് വരുന്നതാണ് വിഭക്തി ആഭാസം. ആഭാസമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയും അല്ലെ. വിഭക്തികളാണ് എന്ന് തോന്നിക്കുന്നതും എന്നാൽ യഥാർത്ഥ വിഭക്തി പ്രത്യയങ്ങളല്ലാത്ത പ്രത്യയങ്ങൾ ചേർന്നുണ്ടാകുന്നതുമായിട്ടുള്ള പ്രയോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിഭക്ത്യാഭാസം എന്ന് വിളിക്കുന്നത്. ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ഒക്കെ കടക്കാം. ആദ്യം ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാത്തവര്, ചിലര് വെറുതെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടായിരിക്കും. മക്കളെ ഒരു കാര്യം കേട്ടാ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത്രയും സമയം ഒരു ക്വസ്റ്റിന് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, ഇപ്പോഴേ പറ്റുള്ളൂ അല്ലെ. വിഭക്തികളെ പോലെ തോന്നിക്കുന്നതും എന്നാൽ യഥാർത്ഥ വിഭക്തി പ്രത്യയങ്ങളല്ലാത്ത പ്രത്യയങ്ങൾ ചേർന്നുണ്ടാകുന്നതുമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വിഭക്ത്യാഭാസം. ക്ലിയർ അല്ലേ? വിഭക്തി പോലെ തോന്നിക്കുന്നതാണ് വിഭക്ത്യാഭാസം. വിഭക്തി എന്ന് വെച്ചാൽ എന്താ? നാമവും ക്രിയയും തമ്മിലുള്ള ബന്ധം വിഭക്തിയായിട്ട് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഈ വിഭക്ത്യാഭാസത്തെ നമ്മൾ എത്രയായി തിരിക്കുന്നു? മൂന്നാക്കി തിരിക്കുന്നു. ഗിലം, ലുപ്തം, ഇരട്ടിപ്പ് എന്നിങ്ങനെ മൂന്നാക്കിയിട്ട് തിരിക്കുന്നു. ഗിലം, ലുപ്തം, ഇരട്ടിപ്പ്. അത്ത്, ഓട്ട്, മേൽക്കൽ എന്നീ രൂപങ്ങളൊക്കെ വരുന്നതാണ്. കോഴിക്കോട്ടേക്ക് പോയി, വാക്കു പാലിച്ചു, മഴയത്ത് നടന്നു, അത്ത്. വീട്ടിലോട്ട് പോയി, ഓട്ട്. പുറകെ നടന്നു, പടിമേലിരുന്നു, മേൽ. പഠിക്കലിരുന്നു, കൽ. ഇതൊക്കെ എന്താണ്? വിഭക്തി ആഭാസത്തിന് ഉദാഹരണമാണ്. ഗിലം, ലുപ്തം, ഇരട്ടിപ്പ് ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? വിഭക്തി ആഭാസത്തിന് ഉദാഹരണമാണ്. നോക്കുക, അത്ത്, ഓട്ട്, മേൽ, കൽ. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വിഭക്തി ആഭാസത്തിന് ഉദാഹരണമാണ്. അപ്പൊ വിഭക്തി ആഭാസം വരാത്തവ ഏത് എന്നുള്ളതാണ് നോക്കേണ്ടത്. വിഭക്തി ആഭാസം വരാത്തവ. കാറ്റത്തെ തോണി, വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. മഴയിൽ ഇറങ്ങി, മഴയിൽ ഇറങ്ങി, കൽ പ്രത്യയമായവ. അത് നമ്മൾ എവിടെ കണ്ടിരിക്കുന്നത്? വിഭക്തിയിലാണ്. കോട്ടയത്ത് പോയി, അത്ത് എന്നുള്ളത് എന്താണ്? വിഭക്ത്യാഭാസമാണ് അല്ലെ. മരത്തിൽ പിടിച്ചു, എന്താണ്? വിഭക്തിയാണ്. ആറ്റിലേക്കു ചാടി, അപ്പൊ ഇതെന്താ? ഇതിലേതപ്പോ ശരിയായിട്ടുള്ള ഉത്തരം? വിഭക്ത്യാഭാസം വരാത്തത് ഏതൊക്കെയാ? ഇതിലേതിലൊക്കെയാ വിഭക്ത്യാഭാസം വരാത്തത്? പറഞ്ഞേ, വിഭക്ത്യാഭാസം വരാത്തത് ഏതൊക്കെയാ? കാറ്റത്തെ തോണി വിഭക്ത്യാഭാസം വരുന്നുണ്ട്. മഴയിൽ ഇറങ്ങി, നമ്മൾ വിഭക്തിയാണ്, വിഭക്ത്യാഭാസം അല്ല, വിഭക്തിയാണ്. കോട്ടയത്ത് പോയി വിഭക്ത്യാഭാസം വരുന്നുണ്ട്. മരത്തിൽ പിടിച്ചു, വിഭക്തിയാണ്. ആറ്റിലേക്കു ചാടി,
വിഭക്തിയാണ് അല്ലെ, വിഭക്തിയാഭാസമായിട്ട് പറയാം. അപ്പൊ ബിയും ഡിയും മാത്രം ബി ഡി മാത്രം വിഭക്തിയാഭാസം വരാത്തത്. ക്ലിയർ അല്ലേ? വിഭക്തിയും വിഭക്തിയാഭാസവും ഇപ്പൊ അതൊക്കെ ചോദ്യമായിട്ട് വന്നു തുടങ്ങിട്ടാ, നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് വ്യാകരണത്തിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ഇപ്പൊ നോക്കിയത്. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. വീണ്ടും വ്യാകരണത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പറഞ്ഞിട്ട് പോയി കാണും സിനിമ, വന്ന ബസ് കണ്ടാൽ പറയാം. ഭൂതപേരച്ചം, പാക്ഷിക വിനയച്ചം, മുൻവിനയച്ചം, ഭാവി പേരച്ചം. ഭൂതം, ഭാവി, വർത്തമാനം, ഭൂതകാലം, ഭാവി കാലം എന്നുള്ളത് കിട്ടിയാൽ തന്നെ ഉത്തരം വേഗം കിട്ടും. ഭൂതം ഭാവി അറിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും. പറഞ്ഞിട്ടുപോയി, പറഞ്ഞിട്ടുപോയി ഏത് വിനയച്ച? ഓടിപ്പോയി, ചാടിപ്പോയി, പറഞ്ഞിട്ട് പോയി, കളഞ്ഞിട്ട് പോയി, നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അല്ലെ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. പറഞ്ഞിട്ട് പോയി എന്നുള്ളത് എന്താണ്? പറഞ്ഞിട്ട് പോയി എന്നുള്ളത് എന്താണ്? മുൻവിനയച്ചമാണ്. മുൻവിനയച്ചമാണ്. 3 ആണ്. A3 തന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം വന്നു. എങ്കിലും കാണും സിനിമ, കാണും ഭാവിയാണ് അല്ലെ. കാണും എന്നുള്ളത് എന്താണ്? ഭാവിയാണ്. ഭാവി പേരച്ചമാണ് അല്ലെ, ഭാവിയാണ്. വന്ന ബസ്, വന്ന ബസ്, അത് വന്നു, വന്ന ബസ്സാണത് അല്ലെ. അതെന്താണ്? ഭൂതപേരച്ചമാണ്. ഭൂതപേരച്ചമാണ്. കണ്ടാൽ പറയാം, പഠിച്ചാൽ ജയിക്കാം, ഏതാണ്? പാക്ഷിക വിനയച്ചമാണ് അല്ലെ. പാക്ഷിക വിനയച്ചമാണ്. വിനയച്ചം കൊണ്ട് ഒരു കളിയായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. വ്യാകരണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൂടുതൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയേ. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയില്ല എല്ലാവർക്കും. A3 B4 C1 D2 എന്നുള്ളതാണ് ഉത്തരം. പാർഷിക വിനയച്ചം, മുൻവിനയച്ചം. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വിനയച്ചങ്ങൾ പഠിക്കാനോ ഒരു ചോദ്യമല്ല, അത് പൊക്കോട്ടേനെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിൽ നല്ല അവസ്ഥയായിട്ടുണ്ടാവും അവർക്കൊക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്തൊരു ചോദ്യം. ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം. ആരുടെ രചനയാണ്? ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം. റിപ്പീറ്റഡ് ആണ്. ഈ കൃതിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇതെന്താണ്? കഥയാണ് അല്ലെ, കഥയാണ്. ആരുടെ കഥ? ദീർഘാഭാങ്കൻ എന്നുള്ള കഥയുമായിക്കൊണ്ട്. ദീർഘഭാങ്കൻ മലയാള സാഹിത്യത്തിലേക്ക് വന്നതാണ്. ഇനിയും വീടാത്ത ഹൃദയത്തിന്റെ കടം മറ്റൊരു കഥയാണ്. ഇനിയും വീടാത്ത ഹൃദയത്തിന്റെ കടം, അസംഘടിത. ഇതാണ്, ഈ 2 കഥകളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആരുടേതാണ്? ആരുടേതാണ്? യെസ്, ഗീതാഹിരണ്യൻ. 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 കേരള സാഹിത്യ അക്കാദമി ഗീതാഹിരണ്യൻ അവാർഡ് കൊടുക്കാറുണ്ട്. ഗീതാഹിരണ്യൻ അവാർഡ് ഏത് സാഹിത്യ മേഖലയ്ക്ക് കൊടുക്കുന്നതാണ്? കഥയ്ക്ക് കൊടുക്കുന്നതാണ്. കഥ കഥ കഥ. ക്ലിയർ അല്ലേ? യെസ്. ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം ആരുടെ കഥയാണ്? ഗീതാഹിരണ്യന്റെ കഥയാണ്. ഇനി എപ്പോഴും ചോദിച്ചിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചതാര്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചോദ്യം പറഞ്ഞു പോകാം. ആരുടേതാണ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നുള്ളത്? ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഇരയിമ്മൻ തമ്പിയെ കുറിച്ചും സ്വാതി തിരുനാളിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ ഇതിവിടെ പറയുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 53ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തേതിന് കാര്യമെന്നും രണ്ടാമത്തേതിന് കാരണമെന്നും പേര് നൽകിയിരിക്കുന്നു. കാര്യം: തമിഴ് മണി സംസ്കൃത പവഴം കോക്കിന്റെ നൃത്തമാല ചെന്നൂമേൽ എന്നതിലെ തമിഴ് എന്ന പദം കേരള ഭാഷയെയാണ് കുറിക്കുന്നത്. കാരണം ദ്രാവിഡ കുടുംബത്തിന് മൊത്തമായും തെക്കൻ ശായിക്ക് പ്രത്യേകമായും തമിഴ് എന്ന പദം ഉപയോഗിച്ചിരുന്നു. ആദ്യം നോക്കേണ്ടത് കാര്യവും കാരണവും ശരിയാണോ തെറ്റാണോ എന്നാണ്. നോക്കൂ, തമിഴ് മണി സംസ്കൃത പവഴം കോക്കിന്റെ നൃത്തമാല ചെന്നുമേൽ എന്നതിലെ തമിഴ് എന്നുള്ള പദം എന്തിനെ കുറിക്കുന്നതാണ്?
തമിഴ് എന്നുള്ള പദം കേരള ഭാഷയെ കുറിക്കുന്നതാണ്. ശരിയാണോ അത്? ശരിയാണോ? ഇത് ശരിയാണ്, ഇത് ശരിയാണ് അല്ലെ? കാര്യം ശരിയാണ്. അപ്പൊ തന്നെ നമുക്ക് നാലാമത്തത് വെട്ടാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ദ്രാവിഡ കുടുംബത്തിന് മൊത്തമായും തെക്കൻ ശാഖയ്ക്ക് പ്രത്യേകമായും തമിഴ് എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു. ശരിയല്ലേ? അതും ശരിയല്ലേ? ദ്രാവിഡ മൊത്തമായിട്ട് തമിഴ് എന്ന് പറഞ്ഞിരുന്നു. തമിഴ് അതിന്റെ തന്നെ തെക്കൻ ശാഖയെ തമിഴിന് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? തമിഴ് എന്നുള്ള പദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും ശരിയാണ്. അപ്പോ കാരണം തെറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യം തമിഴ് എന്നുള്ള പദം കേരള ഭാഷയെ കുറിക്കുന്നു എന്നുള്ളതാണ്. ആ തമിഴ് എന്ന പദത്തിനുള്ള വിശദീകരണമാണോ കാരണമായി കൊടുത്തിരിക്കുന്നത്? അതെ, തമിഴ് കുടുംബത്തിന് മൊത്തമായും തെക്കൻ ശാഖയ്ക്ക് പ്രത്യേകമായും തമിഴ് എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു. ശരിയാണ്. തന്നിരിക്കുന്ന കാര്യത്തിന്റെ വിശദീകരണമാണോ? അതെ, വിശദീകരണമാണ്. അല്ലേ? ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. സിമ്പിൾ ലോജിക്ക്, ഭയങ്കര വിശദീകരണമായിട്ടൊന്നും നമുക്ക് വേണ്ട, വിമർശനാത്മക ബുദ്ധിയും വേണ്ട. ഒരു സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഓപ്ഷൻ ഒന്നല്ലേ ശരി? ഓപ്ഷൻ ഒന്നല്ലേ ശരിയായിട്ടുള്ള ഉത്തരം? യെസ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ്. പടയണി, തെയ്യം, മുടിയേറ്റ്, കാക്കരശ്ശി നാടകം. ഇതൊക്കെ ആരുടെ കൃതികളാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ട് കൃതികൾ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. പടയണി താളവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് നമ്മളെപ്പോഴും കടമനിട്ടയുടെ പേരാണ് പറയാറ്. കടമനിട്ട രാമകൃഷ്ണത്തിന്റെ കുറത്തി പടയണിത്താളത്തിന്റെ ചുടലത് നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഇവിടെ കടമനിട്ട വാസുദേവൻ പിള്ള എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് A2 ആണ് എന്ന് ഉറപ്പിക്കാം. ഇനി ഈ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഈ വാസുദേവൻ പിള്ള എന്നുള്ളത് പലരും കണ്ടിട്ടില്ല. കടമനിട്ട എന്നുള്ളത് കണ്ടപ്പോ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഉത്തരം കൊണ്ടുപോയി കുത്തിയിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ട് ആ പരിപാടി അല്ലെ? യെസ്, A2 ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഭാരതി ടീച്ചറോട് ചിരിച്ചിരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പോ A2 എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. തെയ്യം എന്നുള്ളത് ആരുടെ കൃതിയാ? എം വി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേതാണ്. മുടിയേറ്റ് ആരുടേതാണ്? CR രാജഗോപാലൻ. കാക്കരശ്ശി നാടകം G ഭാർഗവൻ പിള്ള. അപ്പൊ ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം കൃതികൾ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ഫോക്ലോറിലെ കൃതികൾക്ക് പ്രാധാന്യം. ഇപ്പൊ ദളിത് നിരൂപണത്തിൽ നിന്ന് കൃതികൾ വന്നു. ഫോക്ലോറിൽ നിന്ന് 2 ചോദ്യങ്ങളായി ഇതുപോലെ വരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നോക്കൂ, പൂർവാപരക്രമം അനുസരിച്ച് എഴുതുക. ഇതിന് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോട്ട് ചെയ്ത് പോകാം അല്ലെ? അതാണ് നല്ലത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം നോട്ട് ചെയ്ത് പോവാം. യെസ്, ഞാൻ ചോദിക്കട്ടെ, സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളതാണ് സഹോദര സംഘം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വർഷം 1917 ആത്മവിദ്യാ സംഘവും 1917 സാധുജന പരിപാലന സംഘം 1907 അഖില മലബാർ കർഷക സംഘവും കേരളീയ നായർ സമാജവും ഇതിന് ശേഷം വന്നിട്ടുള്ളതാണോ എന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരെ. എന്നിരുന്നാലും സാധുജന പരിപാലന സംഘം ആദ്യം അല്ലെ? സാധുജന പരിപാലന സംഘം അല്ലെ തന്നിരിക്കുന്നതിൽ ആദ്യം വരുന്നത്? നമുക്കറിയാം. അഖില മലബാർ കർഷക സംഘമൊക്കെ കർഷക സംഘം രൂപീകരിച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് അല്ലെ? നായർ സമാജം NSS രൂപീകരിച്ചതിന് ശേഷമാണ് കേരളീയ നായർ സമാജം ഒക്കെ വരുന്നത്. യെസ്, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ഓർഡർ നമുക്ക് അതിന്റെ നമുക്ക് കിട്ടും. സോറി, NSSന്റെ അതിന്റെ ഒപ്പം തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, എന്തായാലും സാധുജന പരിപാലന സംഘം കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പറ്റും. DBCEA എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അഖില മലബാർ കർഷക സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള വർഷം അറിയോ? അഖില മലബാർ കർഷക സംഘം സ്ഥാപിച്ചിട്ടുള്ള വർഷം ആർക്കെങ്കിലും അറിയോ? ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോ പല ഇത് കണ്ടിട്ടുണ്ട്. അഖില മലബാർ കർഷക സംഘം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, ഇത് ഗൂഗിൾ സോഴ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്, 1937 വർഷം കാണുന്നത്. അഖില മലബാർ കർഷക സംഘം 1937.
1937. ഇത് ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ പുസ്തകത്തിൽ നിന്ന് എടുത്ത റെഫറൻസ് അല്ല, ഗൂഗിളിൽ നിന്ന് എടുത്ത റെഫറൻസ് ആണ് ഈ വർഷം. ഓക്കെ, ഇനി 1907, സോറി കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കേരളീയ നായർ സമാജം 1907, NSS 1914. ഓക്കെ, സഹോദര സംഘം 1917, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ വർഷം ഏതാ മക്കളെ? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം 1907. ആത്മവിദ്യാസംഘം 1917. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1907 കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാ? സി കൃഷ്ണപിള്ളയാണ്. സി കൃഷ്ണപിള്ള. ഈ ഒരു ചോദ്യം ടഫ് ലെവലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം 1907 രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്, സഹോദര സംഘവും രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇവ സ്ഥാപിക്കപ്പെട്ട മാസം കൂടി അറിഞ്ഞാലേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ചലഞ്ച് ചെയ്തിട്ടുണ്ട് പലരും ഈ ചോദ്യം, കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയില്ലേ? അവിടെ ആരോ വേറെന്തോ പറഞ്ഞിട്ടുണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്. അഖില മലബാർ കർഷക സംഘം പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. 1930 ഉണ്ട്, 37 ഉണ്ട്. പുസ്തകങ്ങളിൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപവർഷം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 37 എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്നാണ് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ 15ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഴ്സ് ആണ്, അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ലേണേഴ്സ്. ഗുഡ് നൈറ്റ് ടു ഓൾ.